ബിഗ് ബോസ് മലയാളം സീസൺ 7 വന്നപ്പോൾ തന്നെ നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് അനീഷിനെ അങ്ങ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനൊരു സ്ട്രാറ്റജിക്ക് ആയിട്ട് വന്നത് എന്നുള്ള രീതിയിലാണ് മുൻഷി ചോദിക്കുന്നത്. സ്ട്രാറ്റജിയോ, അത് എവിടുത്തെ സ്ട്രാറ്റജിയാണ് എന്നുള്ള രീതിയിലാണ് അനീഷ് ചോദിക്കുന്നത് തിരിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരിക്കലും നമുക്ക് എങ്ങനെയാണ് സ്ട്രാറ്റജി എന്ന് പറയാൻ സാധിക്കുന്നത്? പുള്ളിയുടെ കയ്യിലുള്ളൊരു ഇമോഷൻ പുള്ളിക്ക് തോന്നിയെന്ന് അങ്ങ് പറഞ്ഞു. അതിനുശേഷം അത് വീണ്ടും 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 ചർച്ചയാക്കിയിട്ടുള്ള ആരാണ്? അത് അനുമോൾ മാത്രമാണ്. പിന്നെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചിട്ടുള്ളൊരു വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ആ ഒരു പറഞ്ഞ സമയത്ത് പെട്ടെന്ന് എണീറ്റ് പോയതാണ്. അപ്പോൾ എന്താണ്, അനുമോളോട് ഈ ഒരു ഇഷ്ടം പറയുന്ന സമയത്ത് തിരിച്ചപ്പോൾ തന്നെ ആയിക്കോട്ടെ ചേട്ടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുമാത്രമാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരൊരു സ്ട്രാറ്റജിയാണ്, അത് വെച്ച് ഗെയിം കളിക്കുകയാണ്, അനീഷിനത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി അധികം തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. അത് വെറും PR-ൻ്റെ കളികൾ മാത്രമാണ്, അതല്ലാതെ വേറൊന്നുമില്ല. പുള്ളിക്കാരന് തോന്നിയിട്ടുള്ള ഇഷ്ടം പറഞ്ഞു, അതിനുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അനുമോൾ എന്നെ സംബന്ധിച്ചിട്ടുമുണ്ട്. ഒരുപാടധികം തന്നെ ചേഷ്ടകൾ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ പിന്നീട് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്ത ആൾ ചിലപ്പോൾ വേറൊരു രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നെ ചിലപ്പോൾ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെന്താണ് തെറ്റ് പറയാൻ പറ്റുന്നത്? അപ്പോൾ അത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ചാത്തൊരു സ്ട്രാറ്റജിയാണ്, അനുമോളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണെന്നൊക്കെ പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ആ പറയുന്ന ആൾക്കാർ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റു ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതൊരു ഗെയിമാണോ എന്നുള്ള രീതിയിൽ. ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേങ്കിൽ അത് സ്ഥാപിക്കാൻ നിൽക്കുന്നതാണ് സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അനീഷ് കുറിക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു മറുപടി പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അനീഷ് എന്തായാലും അവിടുത്തെ തകർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു.